കൗൺസിലിങ്ങിന്റെ ഭാഗമായി എന്നെ ഒരമ്മ വിളിച്ചു. ആ അമ്മ എന്നോട് പറഞ്ഞത് മരണത്തെ ഞാൻ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. കാരണം ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മകന് ആരാണ് ഉണ്ടാവുക എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ ഞാൻ മരണത്തെ വല്ലാതെ ആഗ്രഹിക്കുന്നു. കാരണം മക്കളുണ്ടായിട്ടും അനാഥമായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. 33 വയസ്സ് വരെ ഞാൻ എൻ്റെ മകന് വേണ്ടിയാണ് ജീവിച്ചത്. അവൻ വിവാഹം കഴിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മരുമകൾ വന്നതിന് ശേഷം മകന് ഈ അമ്മ ഒരു ശല്യക്കാരിയായി മാറി സാറേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു. എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെ കൂടി ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. നാളെ അവരുടെ സ്ഥാനത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ താങ്ങാനും നമുക്ക് തണലായും ഒരുപാട് ആളുകൾ നമ്മുടെ മക്കളായും കുടുംബക്കാരായും സ്നേഹിതന്മാരായും നമ്മുടെ കൂടെ ഉണ്ടാവണം. പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ മാതൃകയാവേണ്ടത്.